MTയുടെ ആരോഗ്യനില ഇന്നലെ ഉണ്ടായിരുന്ന അതേ നിലയിൽ ഇപ്പോൾ തുടരുന്നുണ്ട്. വെന്റിലേറ്റർ നൽകിക്കൊണ്ട് ജീവൻ നിലനിർത്തേണ്ട കാര്യമില്ല എന്ന MTയുടെ ആഗ്രഹപ്രകാരം കുടുംബം ഡോക്ടറെ കണ്ട് ഈ കാര്യങ്ങളൊക്കെയും അറിയിച്ചിരിക്കുന്നു എന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ KT സ്വാലിഹാണ് ആശുപത്രിയിൽ നിന്നും ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. സ്വാലിഹ്, ഇപ്പോൾ കുടുംബം ഈ നിലയിൽ ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്, വിദഗ്ധ സംഘത്തെ കണ്ടിട്ടുണ്ട്, കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയാണ്? പ്രേക്ഷകർ പലരും ചോദിക്കുന്നത് പലയിടത്തും പല രീതിക്ക് വാർത്തകൾ കാണുന്നു എന്നതാണ്. നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗികമായ വിവരങ്ങൾ എങ്ങനെയാണ്? കാവ്യ, ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വന്നത്. അതനുസരിച്ച് അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം സംഭവിച്ചു എന്നാണ് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത്. വളരെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ പരിശോധിക്കുന്നത്, നിരീക്ഷിച്ചു വരുന്നത്. കഴിഞ്ഞ 15-ാം തീയതിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും മറ്റുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. ചെറിയ ശ്വാസതടസ്സമൊക്കെ ഉള്ളതിനെ തുടർന്നാണ് ആശുപത്രിയിൽ കൊണ്ടുവരുന്നത്. പിന്നീട് ഈ ഹൃദയസ്തംഭനം സംഭവിച്ചതാണ് വലിയൊരു ആശങ്കയ്ക്ക് സാഹചര്യമൊരുക്കുന്നത്. എന്നാൽ ഇപ്പോൾ അതേ സാഹചര്യത്തിൽ തന്നെ തുടരുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം തന്നെ വെന്റിലേറ്റർ ഓക്സിജൻ മാസ്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ശ്വാസമെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഇന്നലെ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ രാവിലെയും തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്നലെ രാത്രിയൊക്കെ വൈകിയും MN കാരശ്ശേരി, MM ബഷീർ തുടങ്ങി സിനിമ സാഹിത്യ മേഖലയിലുള്ള പ്രമുഖരെല്ലാം, അതോടൊപ്പം തന്നെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ആശുപത്രി സന്ദർശിച്ചിരുന്നു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉൾപ്പെടെയുള്ളവർ കോഴിക്കോട് നഗരത്തിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. തുഞ്ചൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി നന്ദകുമാർ MLA ഉൾപ്പെടെ MTയുടെ വളരെ അടുത്ത സുഹൃത്തുമാണ്. ഇവരെല്ലാം തന്നെ ഇപ്പോഴും കോഴിക്കോട് നഗരത്തിൽ തന്നെയുണ്ട്. ഇന്ന് ഏതാണ്ട് 8 മണിയോടെ പുതിയ ഒരു വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ സംഘം കൂടുതൽ പരിശോധിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാവ്യ, കുടുംബാംഗങ്ങളൊക്കെയും ഉണ്ടോ? എല്ലാവരും അവിടെ തന്നെ തുടരുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മകൾ വിദേശത്താണ്, എത്തുന്നുണ്ട് എന്നതൊക്കെയായിരുന്നു ഇന്നലെ ലഭിച്ചിരുന്ന വിവരം. ഒപ്പം തന്നെ ഇന്നലെ സർക്കാരിൻ്റെ പ്രതിനിധികളായി നിരവധി മന്ത്രിമാരൊക്കെയും എത്തി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കാണുന്നുണ്ടായിരുന്നു, ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നുണ്ടായിരുന്നു. ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെയും എങ്ങനെയാണ്? ഈ പ്രത്യേക സംഘമാണല്ലോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തുടർച്ചയായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മകൾ ഉൾപ്പെടെ വളരെ അടുത്ത കുടുംബാംഗങ്ങളെല്ലാം തന്നെ ആശുപത്രിയിൽ ഇന്നലെ രാത്രി വൈകിയുമൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹം വളരെ ഗുരുതരാവസ്ഥയിലാണെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ വിവിധ മേഖലകളിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയായാലും എഴുത്തുകാരായാലും തിരക്കഥാകൃത്തുക്കളുമൊക്കെ വളരെ അടുത്ത അദ്ദേഹത്തിൻ്റെ എഴുത്തു മേഖലയിലെയൊക്കെ സുഹൃത്തുക്കളൊക്കെ ആശുപത്രിയിലേക്ക് ഓടിയെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, കോഴിക്കോട് നഗരത്തിലുള്ള നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തെ ഇന്നലെ സന്ദർശിച്ചിരുന്നു. അതോടൊപ്പം ഡോക്ടർമാരുമായി ഇവരൊക്കെ സംസാരിച്ചിരുന്നു. അവരെല്ലാം പങ്കുവെച്ചത് അദ്ദേഹത്തിൻ്റെ ഇന്നലെ വൈകിട്ട് ഈ മെഡിക്കൽ ബുള്ളറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഈ ഒരു പെട്ടെന്നുണ്ടായ ഹൃദയസ്തംഭനമാണ് വലിയൊരു ആശങ്ക ഉണ്ടാക്കിയത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ശ്വാസമെടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഓക്സിജൻ മാസ്കാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഈ ഒരു രീതി തന്നെ, ഈ ഒരു നിലയിൽ ഇപ്പോൾ ജോഷില നമ്മളെ ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്, നിലയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ നിലയിൽ അല്പം പുരോഗതി ഉണ്ട് എന്ന വിവരം ഇപ്പോൾ ജോഷിൽ അറിയിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ?
തീർച്ചയായും ആ, വലിയ പ്രാർത്ഥനയോടെ കേരളം കാത്തിരിക്കുന്നുണ്ട്. വലിയ വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ആ, ഈ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തെ ഇന്നലെ നേരിട്ട് കാണുന്നുണ്ട്. അദ്ദേഹം ആ, മരുന്ന് അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഡോക്ടർമാരെല്ലാം തന്നെ ഉള്ളത്. ഇന്നലെ അദ്ദേഹത്തെ സന്ദർശിച്ച അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ MN കാരശ്ശേരി മാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അദ്ദേഹം ഇതിനേക്കാൾ വലിയ അസുഖങ്ങൾ വന്ന് ഇതിനേക്കാൾ തകർന്നതിന് ശേഷമൊക്കെ ഉയർത്തെഴുന്നേറ്റ് വന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരുമെന്ന് അദ്ദേഹം ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് അടുത്ത സുഹൃത്തുക്കളെല്ലാം തന്നെ പറയുന്നത്. MT വാസുദേവൻ നായർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചു വരും, അദ്ദേഹത്തിന് വലിയ വിൽ പവറുള്ള മനുഷ്യനാണ്, അദ്ദേഹം തിരിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ പങ്കുവെക്കുന്നുണ്ട്. കാവ്യ. ശരി സ്വാലിഹ്, എന്തായാലും 8 മണിക്ക് ശേഷം 9 മണിക്കകം നമുക്ക് ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രതീക്ഷിക്കാം. ആ മെഡിക്കൽ ബുള്ളറ്റിനിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അറിയാൻ കഴിയുക. ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്ന ആരോഗ്യനില അത് രാവിലത്തേതിനെ അപേക്ഷിച്ച് നേരിയ പുരോഗതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിൽ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ പോലും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഡോക്ടർമാർ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അറിയിക്കട്ടെ. ഒപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നിരവധി പേർ അവിടെ എത്തുന്നുണ്ട്. എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ഒരു നാട് മുഴുവൻ, കേരളം ഒന്നാകെ അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവിനായി, ആരോഗ്യത്തോടെയുള്ള വരവിനായി കാത്തിരിക്കുകയാണ്. നേരത്തെ സ്വാലിഹ് പറഞ്ഞതുപോലെ തന്നെ അത്രത്തോളം വലിയ അദ്ദേഹത്തിൻ്റെ സ്നേഹ കൂട്ടായ്മകൾ എല്ലാവരും തന്നെ അവിടെ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ നഗരത്തിൽ പലയിടത്തായി തുടരുന്നുണ്ട് അദ്ദേഹത്തെ എത്തിക്കാണുന്നതിനു വേണ്ടി. അപ്പോൾ അങ്ങനെ തന്നെ ഇനി നമുക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്ന മുറയ്ക്കാണ് ഇനി നമ്മൾ ആ വാർത്തയിലേക്ക് പോകുന്നത്.